എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പഴംകൂട്ടാനാണ്. പഴംകൂട്ടാൻ അഥവാ പഴങ്കറി എന്ന് പറയും. അതായത് നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന സദ്യവട്ടങ്ങളൊക്കെ വെച്ചിട്ട് പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പഴങ്കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള കുറച്ചധികം കറികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറികളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാതെ ഉണ്ട്, നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരൊറ്റ കറിയാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് എന്തൊക്കെ കറി വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സാമ്പാർ, അതുപോലെ തന്നെ അവിയൽ, കൂട്ടുകറി, കുറച്ച് അച്ചാർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മധുരക്കറി, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് രസം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്ക പച്ചടി, വെണ്ടയ്ക്ക പച്ചടി, ഓലൻ, അതുപോലെ തന്നെ തോരൻ, അതായത് പയറും ക്യാരറ്റും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന തോരനാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ക്യാബേജ് തോരൻ നമ്മൾ ഇതിലേക്ക് ചേർക്കാറില്ല. ആ ഒരു ക്യാബേജിന്റെ സ്മെല്ലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ പരിപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കില്ല. കാരണം എന്താ വെച്ചാൽ പരിപ്പിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറികളെല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മധുരപ്പച്ചടി വന്നിട്ട് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് മധുരമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1-2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രം മധുരക്കറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമ്മുടെ സദ്യവട്ടങ്ങളിൽ ബാക്കി വരുന്ന എല്ലാ കറികളും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് പുളിശ്ശേരി, എരിശ്ശേരി, അതുപോലെ തന്നെ ഓലൻ, അതുപോലെ രസം, നമ്മുടെ പച്ചടികൾ, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീട്രൂട്ട് പച്ചടി ചേർക്കരുത്. ബീട്രൂട്ട് പച്ചടി നമ്മൾ ഇതിലേക്ക് ചേർക്കില്ല. പിന്നെ അതുപോലെ അച്ചാറൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ അച്ചാറൊന്നും ഞാൻ ചേർക്കാറില്ല. കാരണം അച്ചാറൊക്കെ അല്ലാണ്ട് തന്നെ നമുക്ക് കുറച്ച് ദിവസം നമുക്ക് കേടാവാതൊക്കെ നമുക്ക് ഇരിക്കും. അപ്പോൾ ഈ ഒരു കറി വന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരുപാട് നാൾ കഴിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇതുപോലെ ഒരൊറ്റ കറി ആക്കുവാണെന്ന് വരിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കറികളൊക്കെ തീർന്നു പോകും. കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ചൂടാക്കി അത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. എങ്കിലേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തണുപ്പിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. നമുക്കിത് വന്നിട്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും ഈ ഒരു കറി മാത്രമായിട്ട് വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാനൊക്കെ ഇത് വെറുതെ കഴിക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓണസദ്യ ആയാലും വിഷുസദ്യ ആയാലും അതുപോലെ ഒരു പിറന്നാൾ സദ്യയൊക്കെ ആണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ദിവസം വീട്ടിലുണ്ടാവുന്ന മസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു പഴംകൂട്ടാൻ എന്ന് പറയുന്നത്. കാരണം എന്തായാലും സദ്യയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം കറികളൊക്കെ മിച്ചം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഇതിലേക്ക് രസം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് നല്ലപോലെ വറ്റി വരും. ഇനിയിപ്പോൾ നിങ്ങൾ രസമൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ച് സമയമാകും ഒന്ന് വറ്റി വരാനായിട്ട്. പിന്നെ ഈ ഒരു കറി വന്നിട്ട് വേണമെങ്കിൽ നല്ലപോലെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അല്ലാതെ പുറത്ത് വെച്ചാലും കേടാവില്ല. അടുത്ത ദിവസത്തേക്ക് ഇത് കേടാവത്തൊന്നുമില്ല. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള കറി എടുത്ത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ചധികം സദ്യ റെസിപ്പീസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സദ്യ അവിയൽ, അതുപോലെ തന്നെ മധുരപ്പച്ചടി, കോട്ടയം സ്റ്റൈൽ മധുരപ്പച്ചടി, തിരുവനന്തപുരം സ്റ്റൈൽ വടക്കൂട്ടുകറി, പിന്നെ അതുപോലെ തന്നെ പലതരം പച്ചടികൾ, പിന്നെ നമ്മുടെ ഓണത്തിന് സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പൂവടയുണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ അടയുണ്ടാക്കി തയ്യാറാക്കുന്ന അടപ്രഥമൻ, വളരെ സിമ്പിളായിട്ട് ഉള്ള അടപ്രഥമൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ കാർട്ടിലും കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ കറിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കിയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സദ്യ വിഭവങ്ങളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീട്രൂട്ട് പച്ചടിയും പരിപ്പും ക്യാബേജ് തോരനും ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ ഈ ഒരു പരുവത്തിലാണിത് വറ്റിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത്തവണത്തെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാക്കി വരുന്ന വിഭവങ്ങൾ വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. പിന്നെ ഇത് വന്നിട്ട് ചെറു ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക കേട്ടോ. എങ്കിലേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.